ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. നീലബാഗിൽ പണം കടത്തിയതിന് തെളിവില്ല. തുടരന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പാലക്കാട് കോൺഗ്രസുകാർ ഹോട്ടലിലേക്ക് ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന പരാതിയിൽ തെളിവില്ലെന്ന് പോലീസ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പണം കടത്തിയെന്നാണ് സിപിഎമ്മും ബിജെപിയും ആരോപിച്ചത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ട്രോളി ബാഗിൽ പണം കടത്തിയതിന് തെളിവ് ലഭിച്ചില്ലെന്നും തുടരന്വേഷണത്തിന് സാധ്യതയില്ലെന്നും ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നീല ട്രോളി ബാഗിൽ പണം കടത്തിയെന്നത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിവാദമായിരുന്നു. ചില കോൺഗ്രസ് നേതാക്കൾ പെട്ടിയുമായി നീങ്ങുന്ന ദൃശ്യം സിപിഎം പുറത്തുവിട്ടു. പിന്നാലെ കലക്ടർക്കും എസ്പിക്കും സിപിഎം പരാതി നൽകി. ആരോപണം നിഷേധിച്ച കോൺഗ്രസ് തെളിവുകൾ പുറത്തുവിടാൻ വെല്ലുവിളിച്ചു. ആരോപണത്തെ തുടർന്ന് സിപിഎമ്മിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായി. ട്രോളി ബാഗിന് പിന്നാലെ പോകേണ്ടതില്ലെന്നായിരുന്നു ഒരു വിഭാഗം സിപിഎം നേതാക്കളുടെ നിലപാട്. കള്ളപ്പണം പരിശോധിക്കാനെന്ന പേരിൽ മുൻ എംഎൽഎ ഷാനിമോൾ ഉസ്മാൻ, എഐസിസി അംഗം ബിന്ദുകൃഷ്ണ എന്നിവരുടെ മുറികളിൽ പരിശോധന നടത്തിയത് പോലീസിന് നാണക്കേടായി മാറി. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കിടെ പണം ലഭിച്ചില്ല. പണമൊന്നും ലഭിച്ചില്ലെന്ന് പോലീസിന് കോൺഗ്രസ് നേതാക്കൾക്ക് എഴുതി നൽകേണ്ടിവന്നു. വനിതാ പോലീസ് ഇല്ലാതെയാണ് പോലീസ് ആദ്യം എത്തിയത്. ഷാനിമോൾ എതിർപ്പുന്നയിച്ചപ്പോൾ വനിതാ പോലീസിനെ എത്തിച്ചു. കോൺഗ്രസ് നേതാക്കൾ സ്ഥലത്തെത്തിയപ്പോൾ സിപിഎം, ബിജെപി നേതാക്കൾ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ വസ്ത്രങ്ങളടങ്ങിയ പെട്ടികൾ വലിച്ചു നിലത്തിട്ടു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ആളുടേതായിരുന്നു ഹോട്ടൽ. പണപ്പെട്ടി സംബന്ധിച്ച പരാതിയിൽ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് ലഭിച്ചതായി ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. യാതൊരു നടപടിക്രമവും പാലിക്കാതെ പോലീസ് നടത്തിയ പരാക്രമമാണ് ഹോട്ടലിൽ നടന്നതെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സ്ത്രീ എന്ന നിലയിൽ സ്വതന്ത്രമായി താമസിക്കാനുള്ള, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പോലീസ് കടന്നുകയറ്റം നടത്തി. അത് ഈ റിപ്പോർട്ടിൽ തീരില്ല. പോലീസ് നടപടിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. 1.25 കോടിയും 267 പവനും മോഷ്ടിച്ച ലിജേഷിനെ ഒറ്റിയത് കഷണ്ടി, ക്യാമറ തിരിച്ചത് കെണിയായി. കണ്ണൂര് 1.25 കോടി രൂപ, 267 പവൻ സ്വർണം. മന്നയിലെ അരി മൊത്ത വ്യാപാരി കെ.പി. അഷ്റഫിന്റെ വീട്ടിൽ മോഷണത്തിനു കയറുമ്പോൾ അയൽവാസി ലിജേഷ് കരുതിയിരുന്നില്ല ഇത്രയും വലിയൊരു നിധിയുടെ മുന്നിലേക്കാണ് താൻ പൂട്ട് പൊളിച്ചെത്തിയതെന്ന്. പക്ഷേ ക്യാമറയിൽ പതിയാതിരിക്കാൻ മുഖം മൂടിയണിഞ്ഞ് തിരിച്ചുവെച്ച ക്യാമറ തന്നെ ലിജേഷിന് കെണിയായി. ക്യാമറ തിരിച്ചുവെച്ചത് വീടിനകത്തെ ദൃശ്യം കാണുന്ന വിധത്തിലായിരുന്നു. ജനലിലെ ഗ്രിൽ മാറ്റി അകത്തുകിടന്ന ലിജേഷ് കിടപ്പുമുറിയുടെ കർട്ടൻ നീക്കാൻ ശ്രമിച്ചപ്പോൾ മുഖം ക്യാമറയിൽ പതിഞ്ഞു. ഇതാണ് പോലീസിനു പിടിവള്ളിയായത്. കളവ് ചെയ്യുമ്പോൾ പിടിക്കപ്പെടാൻ എന്തെല്ലാം മുൻകരുതലെടുത്താലും ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ടാകുമെന്നു പറയുമല്ലോ, അതാണ് ലിജേഷിന്റെ കാര്യത്തിലും സംഭവിച്ചത്. വീടിനകത്തുനിന്നുള്ള ദൃശ്യത്തിൽ ലിജേഷിന്റെ കഷണ്ടിയും മുഖത്തിന്റെ ഒരു ഭാഗവും തെളിഞ്ഞിരുന്നു. ഈ കഷണ്ടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ പിടിവള്ളി. പോലീസിന്റെ ഡേറ്റ ശേഖരത്തിൽ പേരുള്ള, കഷണ്ടിയുള്ള കള്ളന്മാരനും അന്നു കണ്ണൂരിൽ വന്നിട്ടില്ലെന്ന് പരിശോധനയിൽ മനസ്സിലായി. ആ പട്ടികയിലെ 2 കള്ളന്മാരിൽ ഒരാൾ തൃശൂരും ഒരാൾ വടകരയിലുമാണ്. അങ്ങനെയാണ് കഷണ്ടിയുള്ള കള്ളൻ പ്രൊഫഷണലെന്നും പുതുമുഖമാണെന്നും മനസ്സിലായത്. പിന്നീട് മോഷണം നടന്ന വീടിന്റെ പരിസരത്തുള്ള കഷണ്ടിയുള്ള ആളുകളെ തിരഞ്ഞപ്പോൾ പോലീസ് ലിജേഷിനെയും കണ്ടിരുന്നു. എന്നാൽ ലിജേഷിന്റെ പെരുമാറ്റത്തിൽ പോലീസിന് അസ്വാഭാവികത തോന്നിയില്ല. എന്നാൽ മുൻപ് ചെയ്തൊരു മോഷണം തനിക്കു വിനയായി വരുമെന്ന് ലിജേഷ് കരുതിയില്ല. കഴിഞ്ഞ വർഷം കീച്ചേരി എന്ന സ്ഥലത്തെ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ ലിജേഷ് മോഷ്ടിക്കാൻ കയറിയിരുന്നു. അവിടെയും ജനലിന്റെ ഗ്രിൽ എടുത്തു മാറ്റിയാണ് അകത്തുകയറിയത്. അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ മോഷ്ടാവിന്റെ വിരലടയാളം ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ലിജേഷിനെ ചോദ്യം ചെയ്യാൻ വളപട്ടണം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അപ്പോഴും ഭാവവ്യത്യാസമില്ലാതെയാണ് ലിജേഷ് പെരുമാറിയത്. അപ്പോഴാണ് കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും ലിജേഷിന്റെ വിരലടയാളവും ഒന്നാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചത്. കീച്ചേരിയിലും മന്നയിലും ജനൽ ഗ്രിൽ എടുത്തുമാറ്റിയാണ് മോഷണം നടത്തിയത്. ഈ 2 കാര്യവും വച്ചു ചോദിച്ചപ്പോൾ ലിജേഷിന് പിടിച്ചു നിൽക്കാനായില്ല. കുറ്റം സമ്മതിക്കേണ്ടി വന്നു. നവംബർ 20 രാത്രി നടത്തിയ മോഷണത്തിന് ഡിസംബർ 1 രാത്രി കുറ്റസമ്മതം നടത്തി. രാത്രിയോടെ തന്നെ ലിജേഷിന്റെ വീട്ടിൽനിന്നു കളവ് മുതൽ പോലീസ് കണ്ടെടുത്തു. കട്ടിലിന്റെ അടിയിലുണ്ടാക്കിയ പ്രത്യേക അറയിലായിരുന്നു 1.25 കോടി രൂപയും 267 പവനും. ഇതിൽ 2000 രൂപ മാത്രമേ ലിജേഷ് എടുത്തിരുന്നുള്ളൂ. ഒളിയും ചതിച്ചു. അഷ്റഫിന്റെ വീട്ടിൽ പണവും സ്വർണവും ഉണ്ടെന്ന് അറിഞ്ഞാണ് ലിജേഷ് കയറിയത്. പരിസരവാസിയാണെങ്കിലും ആ വീട്ടുകാരുമായി അയാൾക്കു വലിയ അടുപ്പമില്ലായിരുന്നു. മാസ്ക് ധരിച്ചെത്തി 40 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി. മോഷ്ടിക്കാനായി വരുമ്പോൾ വീട്ടിൽ ലോക്കറുണ്ടെന്ന് ലിജീഷിന് അറിയില്ലായിരുന്നു. അലമാര പരിശോധിച്ചപ്പോൾ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തി. അങ്ങനെയാണ് ലോക്കർ തുറന്നുള്ള മോഷണം നടന്നത്. ലോക്കർ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് പ്രതി. പ്രത്യേക രീതിയിൽ മാത്രം തുറക്കാവുന്ന ലോക്കർ അതുകൊണ്ടുതന്നെ എളുപ്പത്തിൽ തുറന്നു.
സ്വർണവും പണവും സഞ്ചികളിലാക്കിയാണ് ലിജീഷ് കൊണ്ടുപോയത്. രാത്രി ഭാര്യ ഉറങ്ങിയ ശേഷമാണ് മോഷണ മുതലുമായി വീട്ടിലേക്ക് പോയതെന്നും ലിജീഷ് പോലീസിനോട് പറഞ്ഞു. സ്വന്തം വീട്ടിലെത്തി മാസ്കും വസ്ത്രവും കത്തിച്ചുകളഞ്ഞു. കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഉളി കൊണ്ടുപോകാൻ ലിജേഷ് മറന്നിരുന്നു. അത് തിരിച്ചെടുക്കാൻ എത്തിയെങ്കിലും കിട്ടിയില്ല. ഒളിയെടുക്കാൻ വന്ന ദൃശ്യവും സിസിടിവിയിൽ പതിഞ്ഞിരുന്നു. ഒളി പിന്നീട് പോലീസിന് സ്ഥലത്തുനിന്ന് കിട്ടി. അഷ്റഫിന്റെ വീടിനു പിന്നിലാണ് ലിജീഷിന്റെ വീട്. ഡോഗ് സ്ക്വാഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയി ലിജീഷിന്റെ വീടിനു സമീപം എത്തിയിരുന്നു. മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയിരിക്കാമെന്നും പോലീസ് പറഞ്ഞു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് 20 അംഗ അന്വേഷണ സംഘം 250 പേരെയാണ് ചോദ്യം ചെയ്തത്. 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തി. എന്നാൽ പോലീസിനെ കബളിപ്പിച്ച് അയൽപ്പക്കത്തുതന്നെ ലിജീഷ് ഉണ്ടായിരുന്നു. സ്വകാര്യ താൽപര്യം സംരക്ഷിക്കാനുള്ള അധികാരം, ഇത് ഇഷ്ടക്കാരെ തിരുകി കയറ്റിയ സർക്കാരിനേറ്റ തിരിച്ചടി. തിരുവനന്തപുരം ചട്ടങ്ങൾ മറികടന്ന് ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ തിരുകി കയറ്റിയ മന്ത്രിസഭാ തീരുമാനത്തിന് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി. അന്തരിച്ച മുൻ MLA കെ രാമചന്ദ്രൻ നായരുടെ മകന് ആശ്രിത നിയമനം നൽകിയ കേസാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് റദ്ദാക്കിയ നിയമനത്തിന് അംഗീകാരം ലഭിക്കാനാണ് സർക്കാർ സുപ്രീംകോടതിയിൽ പോയതും വീണ്ടും തിരിച്ചടി ഏറ്റുവാങ്ങിയതും. കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഗസറ്റഡ് തസ്തികയിലാണ് ആശ്രിത നിയമനം നൽകിയത്. 2018 മന്ത്രിസഭ തീരുമാനിച്ച പ്രകാരമായിരുന്നു നിയമനം. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളെ വരെ സർക്കാർ ജോലികളിൽ നിയമിക്കുന്നതിലേക്കു കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നു ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ച കേസിലാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. MLAയുടെ ആശ്രിതന് ജോലി നൽകിയതിൽ പരാതിക്കാരന് ദോഷമായി ഒന്നുമില്ലെന്നും പൊതുതാൽപര്യ ഹർജി നിലനിൽക്കില്ലെന്നുമായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ സർക്കാരിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഈ നിയമനം അംഗീകരിക്കുന്നത് സർക്കാരിനെ കയറൂരി വിടുന്നതിന് തുല്യമാകുമെന്നും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിലേക്കും അതിലൂടെ സാമൂഹിക വിവേചനങ്ങൾക്കും വഴി തുറക്കുമെന്നും കോടതി പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കുന്നത് സമത്വവും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും ലംഘിക്കുന്നതിന് തുല്യമാണെന്നും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ഭരണഘടനാ അവകാശത്തിന്റെ നിഷേധമായിരിക്കുമെന്നും ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. നീതിപൂർവവും നിഷ്പക്ഷവുമായി നിയമനം നടത്തുമ്പോൾ ഉദ്യോഗാർത്ഥിയുടെ സാഹചര്യം മാത്രമല്ല, ഭരണഘടനയും സർക്കാരുണ്ടാക്കിയ ചട്ടങ്ങളും ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയും സ്വകാര്യ താൽപര്യം സംരക്ഷിക്കാനുള്ള അധികാരം ഉപയോഗിക്കേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇഷ്ടാനുസരണം അസാധാരണമായി അധികാരം ഉപയോഗിക്കാനാവില്ല. സർക്കാർ ജോലി ഉറപ്പാക്കാൻ ആത്മാർത്ഥമായ തയ്യാറെടുപ്പ്, എഴുത്തുപരീക്ഷ, അഭിമുഖം തുടങ്ങിയ നടപടികളിലൂടെ കടന്നുപോകണം. എന്നാൽ MLAയുടെ മകനെന്നതു പരിഗണിച്ചും ആശ്രിത നിയമനം വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലും ഇതെല്ലാം മറികടന്നെന്നും കോടതി പറഞ്ഞു. ഇതു സംബന്ധിച്ച നിയമങ്ങൾ ലംഘിച്ചാണ് നിയമനം. ഇക്കാര്യത്തിൽ പൊതുതാൽപര്യമില്ലെന്നും വ്യക്തിപരമായ പരിഗണന മാത്രമാണുള്ളതെന്നും കോടതി പറഞ്ഞു. ആശ്രിത നിയമനത്തിനായി സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിക്കാൻ വ്യവസ്ഥയില്ലെന്നും കോടതി വ്യക്തമാക്കി. മരിച്ച ഉദ്യോഗസ്ഥന്റെ ബന്ധുക്കളുടെ നിയമന കാര്യത്തിലാണെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ചട്ടങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ആശ്രിത ജോലി അനുവദിക്കാവൂ എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. നിയമനത്തിനെതിരെ ലോകായുക്തയിലും പരാതി ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭ നടത്തിയ നിയമനത്തിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോകായുക്ത ഹർജി തള്ളുകയായിരുന്നു. മോനെ ബിനോയെ നിന്നെ വിടത്തില്ല, പോലീസിനെ ഭീഷണിപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. കൽപ്പറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ സമൂഹമാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ജഷീർ പള്ളിവേലിനെതിരെ കൽപ്പറ്റ ഇൻസ്പെക്ടർ KJ വിനോയ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജഷീർ പള്ളിവേലിന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു. ഇതിനു പിന്നാലെയാണ് വിനോയുടെ ചിത്രവും ദൈവം ആയുസ് തന്നിട്ടുണ്ടേൽ മോനെ ബിനോയ് KJ തന്നെ വിടത്തില്ല എന്ന കുറിപ്പും സമൂഹമാധ്യമങ്ങളിൽ ജഷീർ പങ്കുവച്ചത്. തന്നെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോസ്റ്റ് പങ്കുവച്ചതെന്ന് പരാതിയിൽ പറയുന്നു. കൽപ്പറ്റ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ശനിയാഴ്ച കലക്ടറേറ്റ് മാർച്ച് നടത്തിയത്. പോലീസ് ലാത്തിച്ചാർജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ഗ്രനേഡ് ഉൾപ്പെടെ പോലീസ് പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അമൽ ജോയ്, ജഷീർ എന്നിവരെയാണ് പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ 50ഓളം പേർക്ക് പരിക്കേറ്റു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചും നടത്തി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും, പ്രത്യേക സമ്മര താരിഫും പരിഗണനയിലെന്ന് വൈദ്യുതി മന്ത്രി. പാലക്കാട് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് വരുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മര താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി. റിപ്പോർട്ട് KSEBിക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും.
ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെയായിരിക്കും നിരക്കുവർധനവ് ഉണ്ടാകുക. സമ്മർ താരിഫും കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട്. ദുരിതപേത്ത് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 13 മരണം. ചെന്നൈ ഫിൻജാല ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം 13ആയി. തിരുവണ്ണാമലയിലെ ഉരുൾപൊട്ടല് ഉണ്ടായ സ്ഥലത്ത് രാവിലെ NDRF സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങി. 9 ജില്ലകളില് ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകി. അതേസമയം തമിഴ്നാട്ടിലെ ഇന്ന് മഴ മുന്നറിയിപ്പില് മാറ്റമുണ്ട്. റെഡ്, ഓറഞ്ച് അലർട്ട് ഒരിടത്തുമില്ല. ചെന്നൈ, കോയമ്പത്തൂർ അടക്കം 10 ജില്ലകളിലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, നാഗർകോവില് വന്ദേഭാരത് അടക്കം 10 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. രാവിലെ 9:45 പുറപ്പെടേണ്ട ചെന്നൈ എഗ്മൂർ, ഗുരുവായൂർ എക്സ്പ്രസും റദ്ദാക്കിയവയിലുണ്ട്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയപ്പോൾ 10 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. വിക്രവാണ്ടിക്കും മുണ്ടിയാമ്പക്കത്തിനും ഇടയിലെ ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഫിൻജാല ദുർബലമായെങ്കിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴക്കെടുതി തുടരുകയാണ്. വിഴുപ്പുറം, കടലൂർ, തിരുവണ്ണാമലൈ, വെല്ലൂർ, കൃഷ്ണഗിരി, റാണിപ്പെട്ട്, തിരുപ്പത്തൂർ, ധർമ്മഗിരി ജില്ലകളിലാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത്. തിരുവണ്ണാമലയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് 7 പേർ കുടുങ്ങിയെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ജില്ലയിലെ റെക്കോർഡ് മഴയാണ് പെയ്തത്. കടലൂർ, വിഴുപ്പുറം, കള്ളക്കുറിച്ചി എന്നിവിടങ്ങളില് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. വിഴുപ്പുറത്ത് പെട്രോളില് വെള്ളം കലർന്നെന്ന പരാതിയെ തുടർന്ന് അടച്ചിട്ട പമ്പുകളില് ഇന്ന് പരിശോധന നടത്തും. പുതുച്ചേരിയിലെ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. സൈന്യം ഇന്നും രക്ഷാദൗത്യം തുടരും. കോടഞ്ചേരി പെട്രോൾ പമ്പ് അറിയിപ്പ്. നാളെ 2024 ഡിസംബർ 3 ചൊവ്വ ലീഗൽ മെട്രോളജിയുടെ സ്റ്റാമ്പിംഗ് നടക്കുന്നതിനാൽ രാവിലെ 9:30 മുതൽ 10:30 വരെ പമ്പിൽ പെട്രോൾ വിതരണം തടസ്സപ്പെടുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. 3 മാസമായി കൂലിയില്ല. പാചക തൊഴിലാളികൾ സമരത്തിലേക്ക്. കോഴിക്കോട് സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ഫണ്ട് കണ്ടെത്താൻ അധ്യാപകരും രക്ഷിതാക്കളും നെട്ടോട്ടമോടുമ്പോൾ കൂലിയില്ലാതെ പാചക തൊഴിലാളികളും. വേതനം മുടങ്ങിയിട്ട് 3 മാസമായിട്ടും അധികൃതർക്ക് മിണ്ടാട്ടമില്ല. ഓണസമയത്താണ് 3 മാസത്തെ വേതനം ഒരുമിച്ച് കിട്ടിയത്. ഇപ്പോൾ 3 മാസമായി കൂലിയില്ലാതെയാണ് ജോലി. ഈ സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ് സ്കൂൾ പാചകതൊഴിലാളികൾ. ഡിസംബറിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഗന്നിവെപ്പ് സമരം നടത്താനാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. 600 രൂപയാണ് പാചക തൊഴിലാളിയുടെ ദിവസവേതനം. കോവിഡിന് ശേഷം 2-3 മാസം കൂടുമ്പോഴാണ് കൂലി ലഭിക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ടിൽ 60% കേന്ദ്ര വിഹിതവും ബാക്കി സംസ്ഥാന വിഹിതവുമാണ്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ 4 മാസവും 1000 രൂപ വീതം കുറച്ചാണ് കൂലി നൽകിയത്. കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് കേരളവും സംസ്ഥാനം കൃത്യമായി കണക്കുകൾ കൈമാറുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുമ്പോൾ ഇതിനിടയിൽപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണിവർ. 500 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരു പാചക തൊഴിലാളി എന്നതാണ് സർക്കാർ കണക്ക്. 50 കുട്ടികളാണെങ്കിലും 450 കുട്ടികളാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ. സിഒഡിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരം. PS ശ്രീധരൻപിള്ള. തിരുവമ്പാടി നാനാജാതി മതസ്ഥരുടെ സമഗ്ര വികസനത്തിനായി താമരശ്ശേരി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ COD നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. CODയുടെ 35ാമത് വാർഷികാഘോഷം തിരുവമ്പാടി പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലയോര കുടിയേറ്റ മേഖലയുടെ വളർച്ചയ്ക്ക് താമരശ്ശേരി രൂപതയും CODയും നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ക്രിസ്തു പകർന്നു നൽകിയ കരുണയുടെ സന്ദേശം പ്രവൃത്തികളിലൂടെ അനേകരിലെത്തിക്കുകയാണ് COD. താമരശ്ശേരി രൂപത ബിഷപ്പും CODയുടെ രക്ഷാധികാരിയുമായ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ അബ്രാഹം പുളിഞ്ചുവെട്ടിലിന്റെ അഗ്രികൾച്ചറൽ റിസർച്ച് തീസിസ് ഗവർണർ പ്രകാശനം ചെയ്തു. രൂപതയുടെ സ്ഥാപനങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ എത്തിക്സിന്റെയും ഇഫ താമരശ്ശേരി അഗ്രികൾച്ചറൽ ഫാർമേഴ്സ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ടാഫ്കോസ് വെബ്സൈറ്റ് ഗവർണർ ലോഞ്ചിംഗ് നടത്തി. CODയുടെ ആരംഭം മുതൽ 35 വർഷക്കാലം സേവനം ചെയ്ത പ്രോഗ്രാം കോർഡിനേറ്റർ KC ജോയിയെ ആദരിച്ചു. വികാരി ജനറൽ മോൺസിങ്ങോർ അബ്രാഹം വയലിൽ, തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ്, കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, ഫൊറോന വികാരി ഫാദർ തോമസ് നാഗപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുമ്പപ്പിള്ളിൽ പരേതനായ ജോസിന്റെ മകൻ ജോബിഷ് 42 തൃശൂരിൽ വെച്ച് അന്തരിച്ചു. സംസ്കാരം തൃശൂരിൽ ഇടവക ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ. മാതാവ് മേരി കോടഞ്ചേരി മടത്തുശ്ശേരിൽ കുടുംബാംഗം. ഭാര്യ മായ. മക്കൾ ജോയൽ, ജുവൽ. സഹോദരങ്ങൾ ജിജോ, ജോജോ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.